മാന്യ സദസ്സിന് വന്ദനം. ദൈവത്തെ കണ്ടു എന്നുള്ള ഒരു ചെറിയ കഥയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. രാമുവിന് ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പ്രാവശ്യം ദൈവത്തെ കാണണം. ഒറ്റ പ്രാവശ്യം. ദുഃഖം പറയാനോ ഒന്നും ചോദിക്കാനോ അല്ല, ഒന്നു കാണണം. അത്രമാത്രം രാമു എപ്പോഴും ആവശ്യപ്പെട്ടിരുന്നതും ഇതുതന്നെ. രാമുവിന് ബന്ധുക്കളോ സ്വന്തക്കാരോ ഇല്ല. അവൻ എന്ത് പണിയും ചെയ്യും. ആരോടും വെറുപ്പുമില്ല. നല്ലതേ ചിന്തിക്കൂ. കള്ളം പറയുകയില്ല. ജോലിയിൽ കള്ളത്തരം കാണിക്കുകയുമില്ല. കഴിയുന്നത്ര സഹായം ആർക്കും ചെയ്യും. ഒരു ദിവസം അത്താഴം കഴിഞ്ഞ് രാമു പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് രാമു ഉറങ്ങി. ഉറക്കത്തിൽ ഇങ്ങനെ കേട്ടു: രാമു, ഇത് ദൈവവചനം. നാളെ ഞാൻ നിന്റെ വീട്ടിൽ വരും. രാമു പിറ്റേന്നാൾ വീടൊരുക്കി കാത്തിരുന്നു. പ്രഭാതം കഴിഞ്ഞു. ഉച്ചയോടടുത്തു. ദൈവം വന്നില്ല. ഉച്ച കഴിഞ്ഞപ്പോൾ വിശന്നു തളർന്ന ഒരു കുട്ടി അവൻ്റെ വീട്ടിൽ കയറി വന്നു. അവൻ രാമുവിനോട് അല്പം ആഹാരം ചോദിച്ചു. ആഹാരമുണ്ട്, ദൈവത്തിനുള്ളതാണ്, എന്നാലും നിനക്ക് ഇത്തിരി തരാം. രാമു ഇങ്ങനെ പറഞ്ഞുവെങ്കിലും ആ കുട്ടിക്കു വയറു നിറച്ച ആഹാരം അവൻ നൽകി. ഉണ്ടായിരുന്ന ആഹാരം തീർന്നു. രാമു ചിന്തിച്ചു, ദൈവം വന്നാൽ. രാമു ധൃതി പിടിച്ച് ആഹാരം ഉണ്ടാക്കി. പിന്നെയും കാത്തിരുന്നു. അധിക നേരം കഴിഞ്ഞില്ല. നരച്ച കൂനിയായ ഒരു വൃദ്ധ അവൻ്റെ വീട്ടിൽ കയറി വന്നു. ആരും ജലപാനം തന്നില്ല. ഒരടി നടക്കാൻ വയ്യ. എന്തെങ്കിലും തരുമോ? രാമു പിന്നെ ഒന്നും ആലോചിച്ചില്ല. അവർക്കും ഭക്ഷണം നൽകി. സൂര്യൻ താന്നു. വൈകുന്നേരമായി. പിന്നെയും ഭക്ഷണമുണ്ടാക്കി ദൈവത്തെ കാത്തിരുന്നു. ദൈവത്തെ പ്രതീക്ഷിച്ച് രാമു മടുത്തു. ദൈവം വന്നില്ല. രാത്രി വന്നു. അന്ന് രാത്രി രാമു ഒന്നും കഴിച്ചില്ല. കഴിക്കാൻ മനസ്സും വന്നില്ല. ആ തിണ്ണയിൽ തന്നെ രാമു കിടന്നു. ക്ഷീണം കൊണ്ട് ഉറങ്ങിയതറിഞ്ഞില്ല. അന്ന് രാത്രി പ്രകാശ നടുവിൽ രാമു ദൈവത്തെ കണ്ടു. രാമു ചോദിച്ചു, ദൈവമേ, ഞാൻ കാത്തിരുന്നുവല്ലോ, എന്തേ വന്നില്ല? ദൈവം പറഞ്ഞു, രാമു, ഞാൻ വന്നിരുന്നു. ഒന്നല്ല, രണ്ട് പ്രാവശ്യം ഞാൻ നിന്റെ ഭക്ഷണവും കഴിച്ചു. രാമു അതിശയിച്ചു. പ്രകാശത്തിന്റെ രണ്ട് രൂപങ്ങളായി ദൈവം എത്തിയതോർത്ത് അവൻ സന്തോഷിച്ചു. ദൈവം നമ്മുടെ പ്രവൃത്തിയിലാണ്. രാമുവിന് അത് മനസ്സിലായി. നല്ല ചിന്ത, നല്ല വാക്ക്, നല്ല പ്രവൃത്തി, ഇതാണ് ദൈവം.